ഹായ് എവരിവൺ, വെൽക്കം ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ക്ലാസ് തുടങ്ങുന്ന മുമ്പായിട്ട് ഞാൻ പറയുകയാണ്, എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളാണ്. സ്പോക്കൺ ഇംഗ്ലീഷിൽ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മൈ സെൽഫാണ്. അപ്പോൾ മൈ സെൽഫിൽ നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയത് മൈ നെയിം ഈസ് ആദ്യ, നിങ്ങളുടെ പേരാണ്. രണ്ടാമത്തേത് ഐ ആം 11 years old, നിങ്ങളുടെ വയസ്സാണ്. മൂന്നാമത്തേത് ഐ ആം ഫ്രം വൈലത്തൂർ, നിങ്ങളുടെ സ്ഥലം. നാലാമത്തേത് ഐ ആം സ്റ്റഡിങ് ഇൻ 6th standard, നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നാണ്. അഞ്ചാമത്തേത് മൈ ഫാദർ നെയിം ഈസ് ദാവൂദ്, നിങ്ങളുടെ ഉപ്പയുടെ പേരാണ്. ആറാമത്തേത് മൈ മദർ നെയിം ഈസ് അസീന, നിങ്ങളുടെ ഉമ്മയുടെ പേരാണ്. ഏഴാമത്തേത് വി ആർ 5 members ഇൻ മൈ ഫാമിലി, നിങ്ങളുടെ ഫാമിലിയിൽ എത്ര ആൾക്കാരുണ്ടെന്നാണ്. എട്ടാമത്തേത് ഐ ഹാവ് 2 brothers, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവും കാക്ക താത്ത, അതിന് പറയുന്നത് ഐ ഹാവ് 2 brothers. ഒമ്പതാമത്തേത് മൈ ഹോബി ഈസ് റീഡിങ് ബുക്സ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവും ഒരു വായിക്കാൻ, അങ്ങനെ ചിത്രം വരക്കാൻ, ചിലർക്ക് പലതും ആയിരിക്കും. പത്താമത്തെ മൈ അംബിഷൻ ഈസ് ടു ബിക്കം എ ഡോക്ടർ, നിങ്ങൾക്ക് ആവാനൊരാഗ്രഹം ഉണ്ടാവുമല്ലോ, അതാണ് നിങ്ങളുടെ ടീച്ചർ ഡോക്ടർ, അതാണ് ആംബിഷൻ മീൻസ് നിങ്ങൾക്ക് ആവാൻ ആഗ്രഹമുള്ളത്. അടുത്തത് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് 5 ഇംഗ്ലീഷ് വേർഡ്സ്. കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസമുള്ള. കോൺഫിഡൻറ്റ്, ഫീലിംഗ് ഷുവർ അബൌട്ട് യുവർ സെൽഫ് ആൻഡ് യുവർ എബിലിറ്റീസ്. റെസ്പെക്ട്, ബഹുമാനം. റെസ്പെക്ട്, എ ഫീലിംഗ് ഓഫ് admiration for someone or something. Improve, മെച്ചപ്പെടുത്തുക. Improve, to make something better than before. Practice, പരിശീലനം. To do something again and again to get the better. Success, വിജയം. The achievement, so something you want after hard work. അപ്പോൾ ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസമുള്ള. കോൺഫിഡൻറ്റ് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ഫീലിംഗ് ഷുവർ അബൌട്ട് യുവർ സെൽഫ് ആൻഡ് യുവർ എബിലിറ്റീസ്. റെസ്പെക്ട്, ബഹുമാനം. റെസ്പെക്റ്റിനെ ഒന്നുകൂടി പറഞ്ഞുതരാം. എ ഫീലിംഗ് ഓഫ് അഡ്മിറേഷൻ ഫോർ സംവൺ ഓർ സംതിങ്. ഇംപ്രൂവ്, മെച്ചപ്പെടുത്തുക. ഇംപ്രൂവിൻ്റെ ഞാൻ പറഞ്ഞുതരാം. ടു മേക്ക് സംതിങ് ബെറ്റർ ദാൻ ബിഫോർ. പ്രാക്ടീസ്, പരിശീലനം. ടു ഡു സംതിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ടു ഗെറ്റ് ബെറ്റർ. സക്സസ്, ദ അച്ചീവ്മെൻറ്റ് ഓഫ് സംതിങ് യു വാണ്ട് ആഫ്റ്റർ ഹാർഡ് വർക്ക്. സക്സസ് പറഞ്ഞാൽ വിജയം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? അടുത്തത് ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് 5 സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ ഫാസ്റ്റ് ഐ പ്രാക്ടീസ് ഇംഗ്ലീഷ് എവറി ഡേ. അതിന് മലയാളം എന്താ? ഞാൻ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പരിശീലിക്കുന്നു എന്നല്ലേ. രണ്ടാമത്തേത് ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈ സ്പീക്കിംഗ് സ്കിൽസ്, എൻ്റെ സംസാരശേഷി മെച്ചപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തേത് ലേണിംഗ് ഇംഗ്ലീഷ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്, ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ രസകരമാണ്. നാലാമത്തേത് ഐ സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് കോൺഫിഡൻസ്, ഞാൻ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അഞ്ചാമത്തേത് പ്രാക്ടീസ് മേക്സ് മീ ബെറ്റർ എവറി ഡേ, പരിശീലനം എല്ലാ ദിവസവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. സോ ഞാൻ ഒന്നുകൂടി നല്ലപോലെ വായിച്ചു തരാം, ഇംഗ്ലീഷ് മാത്രം. ഐ പ്രാക്ടീസ് ഇംഗ്ലീഷ് എവറി ഡേ. രണ്ടാമത്തേത് ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈ സ്പീക്കിംഗ് സ്കിൽസ്. മൂന്നാമത്തേത് ലേണിംഗ് ഇംഗ്ലീഷ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. നാലാമത്തേത് ഐ സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് കോൺഫിഡൻസ്. അഞ്ചാമത്തെ എന്താ? പ്രാക്ടീസ് മേക്സ് മീ ബെറ്റർ എവറി ഡേ. അപ്പോൾ എല്ലാതും മനസ്സിലാവുന്നില്ലേ? അടുത്തത് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ലാസ്റ്റ് വണ്ണാണ് വൺ സ്മാൾ കോൺവെർസേഷൻ. എ പറയുന്നു എ ബി അങ്ങനെ കൊടുത്തിരിക്കുന്നത്, അത് വെച്ചാൽ അതാണ് ഒരു ആൾക്കാർ ഇപ്പോൾ നിങ്ങൾ ഫോട്ടോ കാണുക, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എ പറയുന്നു വാട്ട് ഈസ് യുവർ നെയിം, അതിൻ്റെ മലയാളം എന്താ, നിൻ്റെ പേരെന്താണ്? അപ്പോൾ ബി പറയുന്നു മൈ നെയിം ഈസ് ആദ്യ, എൻ്റെ പേര് ആദ്യയാണ്.
എ പറയുന്നു ഓ ആർ യു സുഖമാണോ? അപ്പോൾ ബി പറയും ഐ ആം ഫൈൻ താങ്ക് യു ആൻഡ് യു എനിക്ക് സുഖമാണ് നന്ദി നിങ്ങൾക്കോ? എ പറയുന്നു ഐ ആം ഗുഡ് ടു താങ്ക് യു എനിക്കും സുഖമാണ് നന്ദി. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതേപോലെ ഞാൻ ഡേ 1 ഡേ 2 ഡേ 3 അങ്ങനെ ഞാൻ വിടുന്നതാണ്. എല്ലാവരും ആ വീഡിയോ വാച്ച് ചെയ്യുക. വളരെ ഹെൽപ്ഫുള്ളായൊരു വീഡിയോ ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ്. ബൈ സീ യു.